ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിതേ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ബീച്ചിലേക്ക് വന്നേക്കാണ് കേട്ടോ. വന്നിട്ടിപ്പോൾ ഏകദേശം കുറച്ച് നേരം ആയിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ വന്നപ്പം തൊട്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ. ഫൈസൽക്കതേ ഇവിടെ വല ഇട്ടിട്ടുണ്ട്. അപ്പം വല ഇട്ടിട്ട് അത് വലിക്കുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എപ്പോൾ വരും വിചാരിച്ച് കുറേ നേരം ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ദേ മൂപ്പര് ഫുള്ള് വലയൊക്കെ വലിച്ചിട്ട് കൊട്ടയിലൊക്കെ ആക്കിയിട്ട് ദേ നടന്ന് വരികയാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ്, കണ്ടിട്ട് തന്നെ നല്ല വെയിറ്റുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ദേ മൂപ്പര് നല്ലൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ദേ വലിയൊരു ഞണ്ടിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതാണെങ്കിൽ വല ഇങ്ങനെ കടിച്ച് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതിനോടിങ്ങനെ പറയുന്നുണ്ട് വിട് വിട് എന്നൊക്കെ. പക്ഷെ അത് പെട്ടെന്നൊന്നും വിടുന്നില്ല. ദേ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇതിനെങ്ങനെ വലയിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ. അതും ദേ അതിൻ്റെ കാലൊന്നും പൊട്ടാതെ കിട്ടണം, എന്നാൽ മാത്രമേ അവർ വിചാരിക്കുന്ന വിലയൊക്കെ അതിന് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാലമൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിലയൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ട്. അങ്ങനെ ദേ ഞാൻ അതിനൊന്ന് എടുത്ത് നോക്കാൻ കേട്ടോ. ദേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ, ഇതിന് നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ഞണ്ടിൻ്റെ പുള്ളി അതൊന്നല്ല കേട്ടോ ഇതിനുള്ളത്. ഇതിന് വേറൊരു വെറൈറ്റി പുള്ളിയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ വലയൊക്കെ മെല്ലെ നീക്കി നോക്കുമ്പോൾ നല്ല പിടയ്ക്കുന്ന മാന്തയും അതുപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മീൻ വേറെയുണ്ട്. നല്ല സൈസ് ഏട്ടയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലുപ്പമുള്ള ഏട്ടയാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി ഈ മീനൊക്കെ ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ കഷ്ടപ്പാട് തന്നെ ഉണ്ട്. ഓരോ മീനിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം മൂപ്പരിങ്ങനെ വലയോണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാറുണ്ട്, അല്ലെങ്കിൽ പരുന്ത് കൊണ്ടുപോയി കളയും. ഈ മീൻ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം മൂപ്പര് ഒന്നും കൂടെ വലയിടാൻ നിൽക്കും. എന്നിട്ടൊക്കെ വീട്ടിലേക്ക് പോവുള്ളൂ. അതുവരെ ഒന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബായ്.